line inclined to both HP and VP. So in such cases, when a line is inclined to both HP and VP, when a line is inclined to both HP and VP, the front view and also the top view both will not give the true length or true inclination. Right? So suppose this is a line which is in the first quadrant and A dash B dash is the front view and AB is the top view. Both these views will not be true length. Okay, not indicate the true length of the line, actual line. So to find the true length of the line, we have two methods, rotating line method and rotating plane method. So in rotating line method, what we are doing, we are rotating the line until it becomes parallel to any of the reference line. Okay, rotate either parallel to VP. So if it is parallel to VP, in the front view we can see the true length. Okay, so when the line is inclined to one plane parallel to the other, ഏത് പ്ലെയിൻ ആയിട്ടാണോ പാരലൽ ആ പ്ലെയിനിലേക്കുള്ള പൊസിഷനിൽ ലൈനിന്റെ ട്രൂ ലെങ്ത് വിസിബിൾ ആയിരിക്കുന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ലൈൻ റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ഈ ഒരു പൊസിഷന് പാരലൽ ടു VP ആക്കുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂ വി ക്യാൻ സീ ദ ട്രൂ ലെങ്ത് ആൻഡ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് വിൽ ബി പാരലൽ ടു ദ എക്സ് പ്ലെയിൻ. സോ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ദിസ് ലെങ്ത് നമ്മൾ കോമ്പസിൽ റേഡിയസ് ആക്കിയിട്ട് എയിൽ ഫിക്സ് ചെയ്യുക, എയിൽ കോമ്പസ് ഫിക്സ് ചെയ്യുക ആൻഡ് rotate this until it meets the horizontal line through A. Okay, so this is the new position of the top view. Okay, because B1 indicate here. So A B1 represents the top view of the line when this is rotated until it becomes parallel to the VP. Okay, parallel to VP ആണ് rotate ചെയ്യുമ്പോൾ position, top view position ആണ്. So length of the top view will not be changed, but length of the front view will be changed. Length of the front view എന്തായിരിക്കും? Now the front view will represent the true length. Okay, so നമ്മൾ ഇതിനെ B dash ഒരു ലോക്കസ് ലൈൻ വരയ്ക്കാം. ആ ലോക്കസ് ലൈനിലേക്ക് from B1 project line. So this intersecting point, this is the new front view of point B. Okay, rotate ചെയ്തതിനു ശേഷം നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ബിന്റെ പൊസിഷൻ ഇതാണ്. So if you are joining A dash and B1 dash, you will get the true length in the front view. Okay, so also the inclination of this line, true length line with horizontal, is theta, which is the true inclination of the line with HP. Okay, theta represents the true inclination of the line with HP, and this angle, A dash B dash make ചെയ്യുന്ന ഈ ആംഗിൾ എന്താ പറയാ, ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളിന് ആൽഫ നമ്മൾ ഡിനോട്ട് ചെയ്യും, വിച്ച് ഇസ് ദ അപ്പാരന്റ് ഇൻക്ലിനേഷൻ. അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് അത് ലൈനിന്റെ ആക്ച്വൽ പൊസിഷൻ. ഈ ഒരു ആക്ച്വൽ പൊസിഷനിൽ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടിയല്ലോ, അപ്പൊ അതിൽ കാണുന്ന HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് ഈ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്ന പ്രൊജക്ഷൻ ഇതാണ്. സോ ഇതാണ് ആക്ച്വൽ ഫ്രണ്ട് വ്യൂ. സോ ആ കാണുന്ന ആംഗിൾ ആക്ച്വൽ ഇൻക്ലിനേഷൻ ആയിരിക്കില്ല, HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആക്ച്വൽ ഇൻക്ലിനേഷൻ ആയിരിക്കില്ല. ഓക്കെ, സോ നമ്മൾ അതിനെ അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുക, അപ്പാരന്റ് ഇൻക്ലിനേഷൻ ആൽഫ. So alpha is the apparent inclination of front view with horizontal. Okay. Now, ആദ്യം നമ്മൾ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ടു VP ആക്കിയ പൊസിഷൻ ആണ്. ഓക്കെ, ഈ ഒരു പൊസിഷൻ റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ടു VP ആക്കി. ആ പൊസിഷനിലെ ഫ്രണ്ട് വ്യൂ ടു ലെങ്ത് കാണുന്നുണ്ട്, ടോപ്പിൽ ഒരു റെഡ്യൂസ് ലെങ്ത് പാരലൽ ടു ദ എക്സ് പ്ലെയിൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താ, ഈ ഒരു പൊസിഷൻ we will rotate this line until it is parallel to the HP. Okay, ഈ ഒരു പൊസിഷനിൽ റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ടു HP ആക്കും. ഓക്കെ, പാരലൽ ടു HP ആയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂ ലൈനിന്റെ ടു ലെങ്ത് കിട്ടും. ഓക്കെ, ആൻഡ് ഫ്രണ്ട് വ്യൂവിൽ എന്താ മാറ്റം വരാം, ഇൻ ദ ഫ്രണ്ട് വ്യൂ the line is parallel to HP. In the front view we can see a line which is parallel to the X plane. ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്ന ഇമേജ് ആ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് കിട്ടുക, ബട്ട് ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ വിൽ ബി സെയിം, ഇനീഷ്യൽ ഉള്ള തന്നെ. അതായത് A dash B dash എന്നുള്ള അതേ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, ഓക്കെ.
സോ ഫ്രണ്ട് വ്യൂ റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, ഇത് പാരലൽ ടു ദ എക്സ് വൈ ലൈൻ ആക്കണം. സോ ഞാൻ ഇവിടെ ചെയ്യണം. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഈ വെർട്ടിക്കൽ ലൈനിന്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ വരാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ഫ്രണ്ട്. ഓക്കെ, ലെങ്ത് ഓഫ് ഫ്രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു ആർക്ക് അത് ഈ ഹൊറിസോണിൽ മീറ്റ് ചെയ്യുന്നത് ഈ വെർട്ടിക്കൽ ലൈന് റൈറ്റ് സൈഡ് ആവോ ലെഫ്റ്റ് സൈഡ് ആവോ അത് എങ്ങനെ വേണമെങ്കിൽ വരാം. സോ ഈ ഒരു സമയത്ത് ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്കത് റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. സോ ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് B2 dash. Okay, so if you are joining A dash and B2 dash, you will get the front view in the rotated position. അല്ലേ, റൊട്ടേറ്റ് ചെയ്ത പൊസിഷനിൽ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് കിട്ടും. ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട്. നൗ ഈ ഒരു പൊസിഷനിൽ ഇതിന്റെ ടോപ്പ് വ്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡ്രോ എ ലോക്കസ് ലൈൻ ത്രൂ B. ആ ലോക്കസ് ലൈനിലേക്ക് ഫ്രം B2 dash ഡ്രോ or project a line. Okay, so this point B2 എന്ന് മാർക്ക് ചെയ്യുന്നത്, this point B2 represents the top view of point B when the line is parallel to the HP. അതായത് ഈ ഒരു പൊസിഷൻ റൊട്ടേറ്റഡ് പാരലൽ ടു HP ആക്കിയ പൊസിഷനിലെ പോയിന്റ് ബിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ മാർക്ക് ചെയ്യുന്നത്. Now join A and B2 to get the true length in the top view. Okay, so A dash B1 dash and A B2 both represents the true length of the line. Both should be equal. Okay, suppose നിങ്ങൾക്ക് കിട്ടിയ ഇതിന്റെ വാല്യൂ ഒരു 90 ആണെങ്കിൽ ഇതും 90 തന്നെ ആയിരിക്കും. ഒരു 1 mm അങ്ങോട്ടും ഇങ്ങോട്ടായാലും പ്രശ്നമില്ല, ബട്ട് നിയർ വാല്യൂ തന്നെ കിട്ടണം. Okay, and this inclination, this is phi, which is the actual inclination of the line with VP. Okay, actual inclination of the line with VP ആണിത്. ആൻഡ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് ട്രൂ ലെങ്ത് ഹൊറിസോണലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ ദെൻ ദിസ് ആംഗിൾ ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നതാണ് ബീറ്റ. ഓക്കെ, ബീറ്റ മീൻസ് apparent inclination of top view with XY line or horizontal. Apparent inclination of top view with horizontal or XY line. Okay, so ഈ ഒരു ഫിഗർ, ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? ബോർഡ് ക്ലിയർ അല്ലേ? ബോർഡ് ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, സോ ഈ ഒരു ഫിഗർ ഇതിനകത്ത് ഓരോ ലെങ്ത്തും എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. അതായത് A dash B1 dash length represents the true length. AB2 also represents the true length of the line. AB represents the length of top view. A dash B dash represents the length of front view. And theta is the inclination of the line with HP. അത് മാർക്ക് ചെയ്യുന്നത് ട്രൂ ലെങ്ത്തിനും അതായത് A dash B1 dash എന്നുള്ള ലൈനും ഹൊറിസോണ്ടലിനും ഇടയ്ക്കുള്ള ആംഗിൾ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ആൽഫ A dash B ഡാഷിനും ഹൊറിസോണ്ടലായിട്ടും ഇടയ്ക്കുള്ള ആംഗിൾ ആയിട്ടാണ് ആൽഫ മാർക്ക് ചെയ്യുന്നത്. So phi is the true inclination of the line with VP. So phi മാർക്ക് ചെയ്യുന്നത് AB2, അതായത് ട്രൂ ലെങ്ത് ലൈനും ഹൊറിസോണ്ടലായിട്ട് ഇടയ്ക്കായിട്ടാണ് phi മാർക്ക് ചെയ്യുന്നത്. ബീറ്റ എന്നത് ടോപ്പ് വ്യൂവിനും ഹൊറിസോണ്ടൽ ലൈനും ഇടയ്ക്കായിട്ട് മാർക്ക് ചെയ്യുന്ന ആംഗിളാണ്, which is the apparent inclination of top view. Okay, so നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അത് ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. Okay, a line 90 mm long. Okay, line AB 90 mm long, 90 mm long is inclined 30 degree to HP. Inclined 30 degree to HP എന്ന് പറയുമ്പോൾ that is theta. Okay, അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാവാം? കാരണം ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ രണ്ട് ആംഗിൾ ഉണ്ട്, തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്, രണ്ട് ആംഗിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്ന ആംഗിൾ തീറ്റ ആണോ ഫൈ ആണോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാം? അപ്പോൾ അതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ലൈൻ ഈസ് ഇൻക്ലൈൻഡ് 30 degree to HP എന്നാണല്ലോ അതിന്റെ മീനിങ്. ദാറ്റ് ഈസ് ദ ട്രൂ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HP. ഓക്കെ, ആൽഫയുടെ ആംഗിൾ ആണെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ പറയുന്നത് inclination of front view with XY line അങ്ങനെയാണ് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ മേക്സ് എൻ ആംഗിൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗിൾ തരും. ഒക്കെ അത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് ആൽഫയാണ് ഉദ്ദേശിക്കുന്നത്.
അല്ലാതെ ആക്ച്വൽ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് സം ആംഗിൾ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് തീറ്റ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതുപോലെ സോ ഇവിടെ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലൈൻ ഇൻക്ലൈൻ 40 ഡിഗ്രി ടു വി പി കൂടിയാണ് വിചാരിക്കുക. ലൈൻ ഇൻക്ലൈൻ 40 ഡിഗ്രി ടു വി പി എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫൈൻ്റെ വാല്യൂ ആണ് 40 ഡിഗ്രി. ഓക്കെ, ബീറ്റയുടെ വാല്യൂ ആണെങ്കിൽ അത് ക്വസ്റ്റ്യൻ തരാം ടോപ്പ് വ്യൂ മേക്സ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ തരാം, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ഇസ് ഇൻക്ലൈൻഡ് certain angle with xo line അങ്ങനെയാണ് പറയുക. ഓക്കെ, സോ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു എച്ച് പി ആൻഡ് 40 ഡിഗ്രി ടു വി പി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് തീറ്റ ആൻഡ് ഫൈ. ഓക്കെ, സോ എ ബി 90 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രൂ ലെങ്ത് ഈസ് 90. എ ലൈൻ മെഷേഴ്സ് 90 എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈനിന്റെ ട്രൂ ലെങ്ത് 90 ആണ്. ഓക്കെ, സോ ഇവിടെ 90 ആണെന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? എ ഡാഷ് ബി വൺ ഡാഷ് 90 ആണ്, എ ബി ടു 90 ആണ്. ഓക്കെ, സോ ഇത്രയും ഡാറ്റ തന്ന് അതുപോലെ എൻ പോയിന്റ് ഏതെങ്കിലും ഒരു എൻ പോയിന്റ് എന്റെ ലൊക്കേഷൻ തന്നാൽ ദാറ്റ് ഈസ് സപ്പോസ് 10 m above HP and 15 m in front of VP. Point A is 10 m above HP and 15 m in front of VP. That is first quadrant. ഇത്രയും ഡീറ്റെയിൽസ് തന്നാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എ ലൈൻ എ ബി 90 mm long is inclined 30 degree to HP and 40 degree to VP. Okay, and A is 10 m above HP and 15 mm in front of VP. Draw the projection of the line. So draw the projection എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫൈൻഡ് the front view and top view. Length of front view, top view കാണാം, alpha, beta കാണാം, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. Okay, so നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? First you have to locate the end point. First end point locate ചെയ്യാം. End point 10 m above HP and 15 m in front of VP point A dash A മാർക്ക് ചെയ്തു. Then theta angle is given as 30 degree. So 30 degree horizontal ആയിട്ട് 30 degree angle വരുന്നതിൽ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക, എന്നിട്ട് 90 mm ലെങ്ത്തിൽ വരയ്ക്കുക. കാരണം എ ഡാഷ് ബി വൺ ഡാഷ് 90 ആണ്, ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, സോ അത് വരയ്ക്കുക. അതിനുശേഷം ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് ലൈൻ ഇത് 90 ആണ്. ഫൈ ആംഗിൾ ഈസ് ഗിവൺ ആസ് 40. സോ 40 ഡിഗ്രി മെഷർ ചെയ്തിട്ട് അഗൈൻ 90 mm ലെങ്ത് വരയ്ക്കും, ബി ടു കിട്ടും. അപ്പൊ എ ഡാഷ് ബി വൺ ഡാഷും എ ബി ടും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ locus line through B2 and B1 dash. Locus lines വരയ്ക്കാം. ഓക്കെ, ലോക്കസ് ലൈൻസ് വരയ്ക്കുന്നത് വെച്ചാൽ പോയിന്റ് ബി ആൻഡ് ബി ഡാഷ് ഉണ്ടാവുക, ആ ലോക്കസ് ലൈൻ തന്നെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് ലോക്കസ് ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, നൗ ഇനി എങ്ങനെ ബിയും ബി വൺ ഡാഷും കണ്ടുപിടിക്കാം? നമുക്കിവിടെ ബി വൺ ഡാഷും ബി ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി ആൻഡ് ബി ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ബി ഉള്ള പൊസിഷനിൽ നിന്ന് ബി വൺ ഡാഷ് കാണാൻ എന്താ ചെയ്തത്? ബീനെ റൊട്ടേറ്റ് ചെയ്തു, ബി വൺ ഉള്ള പൊസിഷൻ എത്തിച്ചു, നേരെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ബി വൺ ഡാഷ് കിട്ടി. സോ അതിന് നേരെ റിവേഴ്സ് ആയിട്ട് ഇവിടെ ചെയ്യാം. അതായത് ഈ പോയിന്റിൽ നേരെ താഴേക്ക് പ്രൊജക്ട് ചെയ്യാം. എവിടെ വരെ പ്രൊജക്ട് ചെയ്യാം? എയിലൂടെയുള്ള പാരലൽ ലൈനിലേക്ക് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ബി വൺ കിട്ടും. ആ ബി വൺ ഉള്ള അത് റേഡിയസ് ആക്കി എടുത്തിട്ട് എ ബി വൺ റേഡിയസ് ആക്കി എടുത്തിട്ട് ഒരു ആർക്ക് താഴേക്ക് വരിക. ആ വരക്കുന്ന ആർക്ക് ഈ ഹൊറിസോണ്ടൽ ഈ ലോക്കസ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ബിന്റെ ലൊക്കേഷൻ. Then you can join A and B to get the top view. Okay. Similarly, നമുക്ക് B2 എന്ന് B ഡാഷ് കാണാനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? B2 എന്നൊരു ലൈനിനെ B ഡാഷ് എന്ന് B2 കാണാൻ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്തു, B2 ഡാഷ് എന്നുള്ള പൊസിഷനിലേക്ക് എത്തിച്ചു, A ഡാഷ് B2 ഡാഷ് വരച്ചു, ഇവിടെ നേരെ താഴേക്ക് ലൈൻ പോയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ B2 ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് B ഡാഷ് കാണാൻ B2 നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം, അവിടത്തേക്ക് എ ഡാഷ് കൂടെ വെച്ച് പാരലലിലേക്ക്. ദെൻ മെഷർ ദിസ് ലെങ്ത്, ടേക്ക് ദിസ് ആസ് ദ റേഡിയസ് ആൻഡ് ഡ്രോ ആൻ ആർക്ക് until it meets the locus line. Okay, ഈ locus line meet ചെയ്യുന്നവരെ വരയ്ക്കാം. So this point will represent the front view of point B, actual front view of point B. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പോൾ പിന്നെ മെഷർ ചെയ്ത് ആൽഫയും ബീറ്റയും അവിടെ നിന്ന് കണ്ടുപിടിക്കാം. സോ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. സോ ഹവർ ഈ ഒരു ഫിഗർ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നോട്ട്സ് അപ്ലോഡ് ചെയ്തല്ലോ, അപ്പൊ അതൊക്കെ എല്ലാവരും വരച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു. അതിനകത്ത് ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് കോപ്പി ചെയ്യാം. ഓക്കെ, സോ എപ്പോഴും നിങ്ങൾ ലൈൻ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൽ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സാമ്പിൾ ആയിട്ട് ഓക്കെ ഒരു ഇതുപോലെ ഒരു ഫിഗർ ഉണ്ടായി നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, സാമ്പിൾ ആയിട്ട് ഇതുപോലത്തെ ഒരു ഫിഗർ വരയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വരയ്ക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ഇതുപോലെ ഒരു സാമ്പിൾ ഫിഗർ ഏതെങ്കിലും ഒരു കോർണറിൽ വരച്ചു വെക്കുക.
വെറുതെ വരക്കില്ല, അതിന്റെ എല്ലാ നൊട്ടേഷൻസും എല്ലാ പോയിന്റ്സും നെയിം ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ആംഗിളും മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ കമ്പയർ ചെയ്ത് ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വരച്ച് പോവുകയാണ് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ഫിഗർ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ അത് ബൈ ഹാർട്ട് ആയിട്ട് തന്നെ വെക്കുക. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, ഓക്കെ. സോ എന്തായാലും നിങ്ങൾ റെക്കോർഡ് വീഡിയോ കാണണം. മനസ്സിലാകാത്തവരെ ഒന്നും കൂടെ കണ്ട് ശരിക്കും ക്ലിയർ ആക്കണം. ഓക്കെ, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ച് മനസ്സിലാക്കുക, വിളിച്ച് ചോദിക്കുക, മനസ്സിലാക്കുക. കാരണം ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇത് വരച്ച് വരുമ്പോൾ സിമ്പിൾ ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ റൈറ്റ് ഓൺ. ആദ്യം ഒരു ഹെഡിങ് ഇതാ, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, projection of orthographic projection of lines inclined to both horizontal plane and vertical plane. Orthographic projection of lines inclined to both horizontal plane and vertical plane. അതിനകത്ത് ഒരു ഹെഡിങ് കൂടി ഏതാ, 1 ഇട്ടിട്ട്, that is rotating line method. Okay, rotating line method. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കോപ്പി ചെയ്യണം. ഓക്കെ, കോപ്പി ചെയ്തിട്ടുണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ക്ലാസ് കഴിഞ്ഞതല്ലേ. Question, write down. A line AB measuring 70 mm, a line AB measuring 70 mm, a line AB measuring 70 mm. ലൈൻ എ ബി എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലൈനിന്റെ ആക്ച്വൽ പോർഷൻ, ആക്ച്വൽ ലൈനൊക്കെ പറയുന്ന സമയത്ത് അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ എഴുതുക. അതുപോലെ നമ്മൾ പോയിന്റ് ചെയ്യുന്ന സമയത്തും പോയിന്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരുന്നു നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അതിൽ ഇമേജസിലേക്ക് വരും, ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും വരുമ്പോഴാണ് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ലൈൻ എ ബി measuring 70 mm has its end A 15 mm in front of VP. As its end A 15 mm in front of VP and 20 mm above HP. 20 mm above HP. 20 mm above HP. 15 mm in front of VP and 20 mm above HP. And other end B other end B അപ്പോൾ ഇവിടെ എ എന്നും ബി എന്നൊക്കെ പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതർ end B is 60 mm in front of VP. 60 mm in front of VP. 60 mm in front of VP and 50 mm above HP. B is 60 mm in front of VP and 50 mm above HP. 50 mm above HP. Draw the projections of the line. Draw the projections of the line. Draw the projections of the line and find the inclinations of the line. Draw the projections of the line and find the inclinations of the line with both the reference planes of projections. Draw the projections of the line and find the inclinations of the line with both the reference planes of projections.
Okay. Draw the projections of the line and find the inclinations of the line with both the reference planes of projections. അപ്പോൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സും എടുത്തു വെക്കുക. ഓക്കെ, കോമ്പസ് വേണം, പ്രൊട്രാക്ടർ വേണം, സ്കെയിൽ, റേസർ, ക്ലച്ച് പെൻസിൽ എല്ലാം എടുത്തു വെക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് AB measuring 70 mm. That means the true length of the line is 70 mm. True length 70 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാ? A', B1' is 70 and AB2 is also 70. ഓക്കെ, അത് ഓരോ ഡാറ്റ കിട്ടുന്നതിന് അപ്പം നമ്മൾ മനസ്സിലാക്കണം A', B1' ലെങ്ത് ആണ് 70, കാരണം ദാറ്റ് ഈസ് ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ. ഓക്കെ, AB2 ഓൾസോ 70 ആണ്. പിന്നെ ആൻഡ് A is 15 mm in front of VP. സോ ഈ ഡിസ്റ്റൻസ് 15 mm in front of VP ആകുമ്പോൾ നമ്മൾ അത് ബിലോ എക്സ്പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക അല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റ് ലൈൻ വരുമ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ ബിലോ എക്സ്പ്ലെയിൻ ആണ് വരിക അല്ലേ, HP റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. സോ 15 mm in front എന്ന് പറയുമ്പോൾ 15 mm ബിലോ എക്സ്പ്ലെയിൻ, ടോപ്പ് വ്യൂ ഓഫ് പോയിന്റ് A മാർക്ക് ചെയ്തു, ആൻഡ് 20 mm എബോ HP ആയിട്ട് എയുടെ ഫ്രണ്ട് വ്യൂ A' മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ തീറ്റ ആൻഡ് ഫൈ, ഈ ആംഗിൾ നമുക്ക് ഇവിടെ ഗിവൺ ആണോ? തീറ്റ ആൻഡ് ഫൈ തന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞാൽ തീറ്റയും ഫൈൻ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തീറ്റയും ഫൈൻ തന്നില്ല. ഇൻസ്റ്റഡ് നമുക്കത് തന്നിട്ടുള്ളത് എന്താ തന്നിട്ടുള്ളത്? അതർ എൻഡ് പോയിന്റ് ബിന്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട് അല്ലെ. NB is 60 mm in front of VP and 50 mm above HP എന്നുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. Okay, so with this data we have to draw എന്താണ് വരയ്ക്കേണ്ടി വരിക? A', B1' and AB2 വരയ്ക്കേണ്ടി വരും. ഓക്കെ, സോ അതെങ്ങനെ വരയ്ക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഫയൽ അങ്ങനെ വരച്ചു. ദെൻ ആൻഡ് A, ഇപ്പോഴും നമ്മൾ എൻഡ് പോയിന്റ് ആദ്യം ഫിക്സ് ചെയ്യണം. ആൻഡ് A 15 mm in front of VP. സോ 15 mm in front of VP പോയിന്റ് എയുടെ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്ത്, ആൻഡ് 20 mm above HP, 20 mm above HP ആയിട്ട് എയുടെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തു. A'. ഓക്കെ, നൗ നമുക്ക് നേരത്തേക്ക് ആണെങ്കിൽ ഇവിടെ തീറ്റ അല്ലെങ്കിൽ ഫൈ എന്നുള്ള ഒരു ആംഗിൾ എടുത്തിട്ട് A', B1' വരക്കായിരുന്നു. ഇവിടെ ഇപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ തന്നത് ബിന്റെ ലൊക്കേഷൻ ആണ്. B is 60 mm in front of VP and 50 mm above HP. സോ ഇത് ജസ്റ്റ് ആദ്യം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാൻ എന്താ, ബി എന്ന് പറയുമ്പോൾ 60 mm in front of VP ആണെന്നുകൊണ്ട് എക്സ് ലൈനിൽ 50 mm താഴേക്ക് മെഷർ ചെയ്ത് ബി ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുക. അതുപോലെ 50 mm above HP ആയിട്ട് B' മാർക്ക് ചെയ്യുക. ഇങ്ങനെയല്ല വിചാരിക്കുക അല്ലെ. ഇങ്ങനെ വരച്ചാൽ ശരിയാവില്ല. കാരണം ഇത് ഓരോ ആൾക്കും ഓരോ ആൻസർ ആയിട്ട്. കാരണം നമ്മളിപ്പോൾ സപ്പോസ് ഈ എക്സ് ലൈനിൽ നമ്മൾ ഹൊറിസോണ്ടൽ എടുക്കുന്ന ഡിസ്റ്റൻസ്, ഒരാൾ ഈ ഇത്ര ഡിസ്റ്റൻസ് എടുത്തു, ഒരു 10 mm എടുത്തിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേറെ ആൾക്ക് അതേ ഡിസ്റ്റൻസ് എടുക്കണമെന്നില്ല. വേറെ ആൾ ചിലപ്പോൾ ഒരു 15 mm എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 8 mm എടുത്തിട്ടായിരിക്കും B' മാർക്ക് ചെയ്യുന്നത്. സോ ഓരോ കേസിലും നമുക്ക് കിട്ടുന്ന ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലോക്കസ് ലൈൻ വരയ്ക്കുക. ലോക്കസ് ലൈൻ, അതായത് B2 വരുന്ന ലോക്കസ് ലൈനും B', വരുന്ന ലോക്കസ് ലൈനും ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റും. കാരണം ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഗിവൺ ആണ് അല്ലെ. ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഗിവൺ ആണ്, പക്ഷേ ബിയുടെ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ആ ലോക്കസ് ലൈൻ മാത്രം വരക്കാം. അതെങ്ങനെ? 60 mm in front of VP എന്ന് പറയുമ്പോൾ ബിന്റെ പൊസിഷൻ 60 mm in front of VP എന്ന് പറയുമ്പോൾ ഈ ലോക്കസ് ലൈൻ 60 mm ബിലോ എക്സ് ലൈൻ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. 60 mm ബിലോ എക്സ് ലൈൻ ആയിരിക്കും. സോ 60 mm ബിലോ എക്സ് ലൈൻ ആയിട്ട് ഡ്രോ ദ ലോക്കസ് ലൈൻ. Okay, 60 mm below x line ആയിട്ട് ലോക്കസ് ലൈൻ, which is the ലോക്കസ് ലൈൻ ഓഫ് B and B2. അതേപോലെ ഫ്രണ്ട് വ്യൂ പോയിന്റ് B' and B1' ലോക്കസ് ലൈൻ അത് നമുക്ക് വരയ്ക്കാം. എങ്ങനെ? 50 mm above HP ആണ് B എന്നുള്ള കണ്ടീഷൻ പറയുന്നത്. സോ എക്സ് ലൈനിന് 50 mm above ആയിട്ട് അനദർ ലോക്കസ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി എന്തായിരിക്കും ചെയ്യേണ്ടി വരാം? ഇനി എന്താ ചെയ്യാ? A' കിട്ടിയിട്ടുണ്ട്, ലോക്കസ് ലൈനും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് B1' മാർക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? A' B1' ലെങ്ത് 70 ആയിരുന്നല്ലോ, ഗിവൺ ആണ്. A' B1' that is true length is given as 70 mm. So 70 mm കോമ്പസിൽ മെഷർ ചെയ്യാം. 70 mm കോമ്പസിൽ മെഷർ ചെയ്തിട്ട്
എ ഡാഷിൽ ഫിക്സ് ചെയ്യാം, എന്നിട്ട് ഈ ലോക്കസ് ലൈനിൽ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് B1 dash കിട്ടി. ജോയിൻ A dash and B1 dash. That is the true length line in the front view. അതേപോലെ തന്നെ 70 mm മെഷർ ചെയ്ത് എ എന്ന് ലോക്കസ് ലൈനിൽ കട്ട് ചെയ്താൽ, എ എന്ന് 70 mm മെഷർ ചെയ്ത് ലോക്കസ് ലൈനിൽ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? B2 അല്ലേ? B2 കിട്ടും. സോ ജോയിൻ A and B2 to get the true length line in the top view. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഡ് നമുക്ക് ഈ 70 mm എന്നുള്ള ലെങ്ത്തിന് പകരമായിട്ട് സപ്പോസ് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത്തും ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്തും തരുമെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെ ചെയ്യാം? Front view of the line is 60 mm long and top view is having 50 mm length. അങ്ങനെയാ പറഞ്ഞു വിചാരിച്ചു. ഓക്കെ, ഇൻസ്റ്റഡ് ഈ ട്രൂ ലെങ്ത് എ ബിന്റെ ലെങ്ത് തരുന്നതിന് പകരം നമുക്ക് ചിലപ്പം ഫ്രണ്ട് വ്യൂവിന്റെ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് ആയിട്ട് തരാം. ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 60 mm ആൻഡ് ടോപ്പ് വ്യൂ മെഷേഴ്സ് 50 mm തരാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാം. 60 കോമ്പസ് എടുക്കുക, എ ഡാഷിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ലോക്കസ് ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? B dash ആയിരിക്കും, B1 dash അല്ല കേട്ടോ, B dash. അപ്പൊ നമുക്കത് ജോയിൻ ചെയ്താൽ ഫ്രണ്ട് വ്യൂ കിട്ടും, ആക്ച്വൽ ഫ്രണ്ട് വ്യൂ. അതുപോലെ ടോപ്പിന്റെ ലെങ്ത് കോമ്പസ് മെഷർ ചെയ്ത് എയിൽ ഫിക്സ് ചെയ്ത് കട്ട് ചെയ്താൽ കിട്ടുന്നത് AB ആയിരിക്കും, ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓരോ ലൈനും വരയ്ക്കുമ്പോൾ അപ്പൊ തന്നെ എൻ പോയിന്റ് നെയിം, ഓക്കെ, നെയിം അവിടെ തന്നെ മാർക്ക് ചെയ്യുക. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിഗർ വരയ്ക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓരോ പോയിന്റ്സ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോവാം. അല്ലാതെ ചെയ്തതിനുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ ഇവിടെ B1 ഡാഷിന് വരും, അത് B ഡാഷ് ആണ്, നിങ്ങൾ ചിലപ്പോൾ മാർക്ക് ചെയ്ത് കളയും. ഓക്കെ, B ഡാഷിന് വരും B1 ഡാഷ് മാർക്ക് ചെയ്താൽ പിന്നെ അത് വരച്ച് വരുമ്പോൾ തെറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ഓരോ പോയിന്റും കറക്റ്റ് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, ഓക്കെ, സോ B1 ഡാഷും കിട്ടിയിട്ടുണ്ട്, B2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇനി ലൈനിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ് ഇനി വരക്കേണ്ടത്. ഓക്കെ, സോ ഫോർ ദാറ്റ് എന്താ ചെയ്യണം? ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ എ എക്സിന് പാരലായിട്ട്, അതുപോലെ എ ഡാഷ് കൂടിയും പാരലായിട്ട് വരക്കാം. ഓക്കെ, അപ്പൊ B1 ഡാഷ് എന്ന് ബി കാണാനുള്ള മെത്തേഡ് നോക്കാം. എന്താ ചെയ്യേണ്ടത്? B1 ഡാഷ് വരക്കാൻ ഇത് റൊട്ടേറ്റ് ചെയ്ത് B1 എന്നുള്ള പൊസിഷൻ എത്തിച്ചു, നേരെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എയിലൂടെ ഇവിടെ വരച്ച പാരലൽ ലൈനിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് എത്തിച്ചിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? സോ നമുക്ക് ഓൾറെഡി ഇവിടെ B1 given ആണ്. സോ ഫ്രം ദാറ്റ് പോയിന്റ് we can draw a line in the downward direction until it meets the horizontal line through A. അത് എയിലൂടെ വരച്ച് പാരലൽ ലൈനിൽ മീറ്റ് ചെയ്യുന്നവരെ വരക്കാം. സോ ദിസ് പോയിന്റ് വിൽ ഇൻഡിക്കേറ്റ് എന്താണ് അതിന്റെ നെയിം? B1 കേട്ടോ, B1 ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. B1 ഡാഷ് നേരെ താഴെ കിട്ടുന്ന പോയിന്റ് B1. സോ B1 എന്ന് മാർക്ക് ചെയ്യാം. ഈ B1 എന്ന് പറയുന്നത് ഈ ട്രൂ ലെങ്ത് ഈ പൊസിഷനിലുള്ള അതിന്റെ ടോപ്പ് വ്യൂ ആണ്. നമുക്ക് കിട്ടേണ്ട ആക്ച്വൽ ടോപ്പ് കിട്ടാൻ എന്താ വേണ്ടത്? ഇത് നേരെ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യാം, സെയിം ലെങ്ത് കോമ്പസ് മെഷർ ചെയ്യുക, എയിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു ആർക്ക് താഴേക്ക് വരിക. അപ്പോൾ അത് ഈ ലോക്കസ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതായിരിക്കും പോയിന്റ് ബിന്റെ ലൊക്കേഷൻ. ജോയിൻ എ ആൻഡ് ബി ടു ഗെറ്റ് ദ ടോപ്പ് വ്യൂ. ഓക്കെ, നേരത്തെ ചെയ്തതിന് നേരെ റിവേഴ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ആരോ മാർക്കിൽ മാർക്ക് ചെയ്യാം, എങ്ങനെ കിട്ടിയെന്ന് പിന്നെ നോക്കും മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് വരച്ചത് എ ഡാഷ് B1 ഡാഷ് ആണ്, പിന്നെയാണ് അതിൻ്റെ അകത്താണ് ബി കിട്ടിയത്. അല്ലെങ്കിൽ അവസാനം എല്ലാം കഴിഞ്ഞാൽ ഏതാണ് ആദ്യം വരച്ചത് ചിലപ്പോൾ ഒരു സംശയം വരും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എറോ മാർക്ക്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം എറോ മാർക്ക് ഇട്ടിട്ടുള്ളത്. ഓക്കെ, നൗ ടു ഗെറ്റ് ദ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് B2 എങ്ങനെ കിട്ടുന്നത്? B ഡാഷ് റൊട്ടേറ്റ് ചെയ്ത് എ ഡാഷിലൂടെ വരച്ച പാരലൽ ലൈനിലേക്ക് റൊട്ടേറ്റ് ചെയ്ത്, അതായത് ഇത് എ ഡാഷ് B2 ഡാഷ് എന്നുള്ള പോസ്റ്റിൽ എത്തിച്ച് അവിടെ നിന്ന് നേരെ ലോക്കസ് ലൈനിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് B2 കിട്ടിയത്. സോ ഇവിടെ നമുക്ക് ഓൾറെഡി B2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് B ഡാഷ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നേരെ റിവേഴ്സ്, നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം അല്ലെ? എവിടേക്ക് പ്രൊജക്ട് ചെയ്യാം? B2 നിന്ന് നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. എ ഡാഷ് ഇവിടെ വരച്ച പാരലൽ ലൈനിലേക്ക് എത്തിക്കുക. So that point we can mark it as B2 dash. Okay, so A dash B2 dash ആണ് നമുക്ക് ആ പൊസിഷനിലുള്ള ഫ്രണ്ട് വ്യൂ. നമുക്ക് ആക്ച്വൽ ഫ്രണ്ട് വ്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇനീഷ്യലി ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തല്ലേ B2 ഡാഷ് കിട്ടുന്നത്. അപ്പൊ അതുപോലെ തിരിച്ച് റിവേഴ്സ് ചെയ്യും, ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. എ ഡാഷിൽ ഫിക്സ് ചെയ്യുക, കോമ്പസ് ഫിക്സ് ചെയ്യുക, എ ഡാഷ് B2 ഡാഷ് റേഡിയസ് ആക്കി എഴുതുക, എന്നിട്ട് ഒരു ആർക്ക് ഇത് ലോക്കസ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. സോ
That is the actual front view of point B. Joining A dash and B dash, we will get the front view. Okay. അപ്പോൾ ഇത് വരയ്ക്കുന്നതിന് വേറെ ഒരു മെത്തേഡ് കൂടി ഉണ്ട്. അതായത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ B2 ഒന്ന് B dash കണ്ടുപിടിക്കുന്നതിന് പകരം വേറൊരു മെത്തേഡിൽ B dash കാണാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയായിരിക്കുന്നു? നമുക്ക് B2 ഒന്ന് B dash കാണുന്നതിന് പകരം വേറൊരു മെത്തേഡിലും കൂടെ കാണാൻ പറ്റും. ഓക്കെ, എനിവൺ? ഇവിടെ നോക്കാം B dash ഇത് രണ്ടും സെയിം ലൈനല്ലേ വരുന്നത് അല്ലേ? A dash A ഒരു എൻ പ്രൊജക്ടറിലാണ്, ഇത് എൻ പ്രൊജക്ടർ എന്നാ പറയാം, എൻ പ്രൊജക്ടർ. അതുപോലെ B dash B ഇതൊരു സെയിം പ്രൊജക്ടർ ലൈനിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ B കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ ടോപ്പിലായിട്ടാണ് B dash വരിക. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ ലോക്കസ് ലൈൻ ഉണ്ട്. അപ്പോൾ ബിന്ന് നേരെ ഒരു ലൈന് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്താൽ അത് ഇവിടെ മീറ്റ് ചെയ്യണം. ഓക്കെ, ബിന്ന് ഒരു ലൈൻ നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്താൽ അത് ലോക്കസ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് B dash ആയിരിക്കണം. സോ അങ്ങനെ നിങ്ങൾക്ക് B dash കണ്ടുപിടിക്കാം, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം. പക്ഷെ എന്തായാലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും, റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഇത് B കണ്ടുപിടിച്ചതിന് ശേഷം B dash കണ്ടുപിടിക്കുന്നതിന് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, അതുപോലെ സിമിലർലി നിങ്ങൾക്ക് എല്ലാം വരച്ചത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും ഇത് വരച്ച് നോക്കാം. ബിന്ന് നേരെ മുകളിലേക്ക് ഒരു ലൈൻ പ്രൊജക്ട് ചെയ്ത് B dash മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ അങ്ങനെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ വരച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്, സെയിം ഒരേ ലൈനിൽ വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിനും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HP and VP ആണ്, തീറ്റ ആൻഡ് ഫൈ അല്ലെ? തീറ്റ ആൻഡ് ഫൈ ആണ് ഇവിടെ കാണാൻ പറ്റുള്ളത്. ഓക്കെ, ആൽഫയും ബീറ്റയും പറഞ്ഞില്ല, എന്നാലും നിങ്ങൾക്ക് അതിന്റെ വാല്യൂ കൂടി എഴുതി വെക്കാം. തീറ്റ എത്രയാണ്, ഫൈ എത്രയാണ്, ദെൻ A B എത്രയാണ്, A dash B dash എത്ര, ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ വാല്യൂസ് ആണ്. സോ ഇതെല്ലാം കണ്ടുപിടിച്ചൊരു ബോക്സിലാക്കി ഇതുപോലെ എഴുതാം ആൻസേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഹലോ, ചെയ്യാൻ പറ്റില്ലേ? യെസ്, ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10 minutes ബ്രേക്ക് ഇല്ലേ, അത് കഴിഞ്ഞു, അത് എടുത്തതിന് ശേഷം നമുക്കിത് തുടങ്ങാം. വരക്കുന്നവർ വരച്ച് തുടങ്ങിക്കോട്ടോ. ഓക്കെ, 10 minutes ബ്രേക്കിന് ശേഷം തുടങ്ങാം. ഓക്കെ, 9:40 തന്നെ വരും കേട്ടോ.